അവർ നമ്മളെ നോക്കിയിരിക്കുന്നത്. നമ്മളാണ് ഇവിടെ താരങ്ങൾ, ഇവരൊക്കെ നമ്മളെ നോക്കിയിട്ട് നിൽക്കുന്നത്. ഹലോ, നമ്മളവിടുന്ന് 100 കണക്കിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ അടിയാ ഫോട്ടോ എടുക്കുന്നത്. കയറി പോകാൻ ഈ റോഡ്, നടന്നു പോകാൻ ഈ റോഡ്. ബെൻലിയാം ത്രീബാത്തോ ആ. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് സോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ് ഫ്രം തായ്ലാൻഡ്, ബാങ്കോക്ക്. അപ്പോൾ ഞാൻ ബാങ്കോക്കിലുള്ളത്. ഇന്നൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഞാനും അബി കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടോ റെയിൽവേ സ്റ്റേഷൻ, ടൗണിൻ്റെ ഒത്ത നടുക്കാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതായത് നമ്മൾ പിന്നെ തായ്ലാൻഡ് ട്രിപ്പ് എന്നൊക്കെ അടിച്ചു നോക്കുമ്പം ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ട്രെയിൻ മാർക്കറ്റ് സ്റ്റേഷൻ വരുന്നുണ്ട്. അതായത് മിക്കിലാങ്കോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരത്താണ്. അതായത് ബാങ്കോക്കിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ മാറിയിട്ട് 1.5-2 മണിക്കൂർ അങ്ങോട്ട് പോയാലാണ് നമുക്ക് ആ ജേണി ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഞങ്ങൾ ഇന്ന് ആ ജേണി ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ഒരു അഡ്വഞ്ചർ ആയിട്ടാണ്. ഇവിടുത്തെ ബാങ്കോക്ക് ടൗണിൽ നിന്ന് ട്രെയിൻ കയറി പോയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഇത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ തരുമോ? ഇതാ വോയിൻ വിയാൻ യൈ സ്റ്റേഷൻ ഇവിടെ വരിക. അതാ 10:40 ട്രെയിൻ ഉണ്ട്. മിൽക്ക് ട്രെയിൻ മാർക്കറ്റ് മൊക്ചൈ ആ 2 20 baht. Thank you so much. So guys, ഞങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതെന്താ ചെയ്യേണ്ട അറിയില്ല. ട്രെയിൻ വരുന്നത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ വരുന്നത്. ഓ ഗൈസ്, സീന്. ഓ അടിപൊളി. ഈ ഒരു ട്രെയിനിൽ കയറിയിട്ട് വേണം നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ. ഇത് വൺ ജേണിയാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ അറിയാമോ, 1 മണിക്കൂർ ഇടവിട്ട് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ കയറി നോക്കിയിട്ടല്ല, ഗൂഗിളിൽ കയറി നോക്കുക ട്രെയിനിങ് ടൈം. നമ്മൾ ആദ്യം മൊക്ചായ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അവിടുന്ന് ഫെറി എടുത്തിട്ട് ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് ബെനിയാൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ഞാനൊക്കെ എൻ്റെ പേര് കൊടുത്തേക്കാം. മലയാളം തന്നെ മര്യാദക്ക് പറയാൻ അറിയില്ലല്ലോ എനിക്ക്. പിന്നെയാണ് തായ് ഭാഷ. അവിടുന്ന് വേണം നമുക്ക് മറ്റേ ട്രെയിൻ മാർക്കറ്റിനുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. അപ്പോൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കും. ഇത് എത്ര മണിക്കൂർ യാത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കയറാം. ഇതാണ് ടിക്കറ്റ് കേട്ടോ. 10 ബാത്തേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. 10 ബാത്ത് എന്ന് വെച്ചാൽ 10-30 രൂപയുള്ളൂ. അപ്പോൾ വളരെ ചീപ്പാണ്. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ നമുക്കും കയറിയിട്ട് ഇരിക്കുക. എങ്ങനെയുണ്ട് അബി? ഇവിടുന്ന് ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ആ, ഇതിവിടുത്തെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ കയറാം. അപ്പോൾ കോ പൈലറ്റൊക്കെ അവിടെ ഉണ്ട്. ഇവ സീറ്റൊക്കെ അടിപൊളിയാണല്ലോ. ഇത് ഇവിടുത്തെ പാസഞ്ചർ ട്രെയിൻ ആട്ടോ, സാധാ പാസഞ്ചർ ട്രെയിൻ. സാധാ വേണ്ട, അപ്പുറത്തെ സൈഡിൽ ഇരിക്കുക. ഇതോ വൈസ് നോക്കൂ, ട്രെയിനിൽ നിന്ന് നേരെ കാണുന്നത് മാർക്കറ്റാണ്. ഇതിലും അടുപ്പിച്ചുള്ള മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഇത് റെയിൽവേ സ്റ്റേഷനും മാർക്കറ്റും ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ഇല്ലേ? അതായത് ആ കടയും ട്രെയിനും തമ്മിൽ. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രെയിനാണെങ്കിൽ ഇത്ര അടുത്തുണ്ടാവും എന്ത് പിന്നെ കടകളൊക്കെ. അത് ഒരു ത്രില്ലായിരിക്കും അല്ലേ? എന്നാ പിടി. ആ അതാ ഇവിടെ അറൈവൽ ടൈം ഉണ്ടാ 1 മണിക്കൂർ. ഓ കറക്റ്റ് 1 മണിക്കൂർ 59 മിനിറ്റ്. അപ്പോൾ ഒരു കിടിലൻ ജേണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സീറ്റ് നമ്പർ ഉണ്ടോ? അതാ ക്ലാസ് 2 സിറ്റിംഗ് കോച്ച്. ഫാൻ ഇല്ലാത്ത സീറ്റ്. ദിസ് സീറ്റ് ഹിയർ. ഓക്കെ താങ്ക് യു. സീറ്റ് നമ്പറൊന്നും ഇല്ല. ജനറൽ കയറി പോകാൻ ത്രില്ല് എനിക്ക് ഭയങ്കര ത്രില്ല്. കാരണം നമ്മൾ ഇവിടുന്ന് ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ 1000-1500 രൂപ. അത് ഞങ്ങൾ 10 ബാത്തിൽ പരിപാടി തീർത്ത്. കാരണം
ടൈമിങ് ഗൈസ് 10:40 നമ്മളെ ട്രെയിൻ ഇവിടുന്ന് എടുത്തിട്ടോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ടൈമിംഗ് ഒക്കെ പക്കയാണ്. അപ്പം എല്ലാവരും കറക്റ്റ് ടൈമിംഗ് ഒക്കെ നോക്കി വരണം. നല്ല രസമുണ്ടല്ലേ, ലോറിയുടെ ഒക്കെ സൗണ്ട്, മറ്റേ കുതുകുതുന്നുള്ള സൗണ്ടൊന്നും ഇല്ല, ആ സൗണ്ടൊന്നും ഇല്ല ഗൈസ്. ഇവിടെയൊക്കെ കണ്ടില്ലേ ഓരോ ഷോപ്പുകളാണ്, പിന്നെ അധികം ഫുഡിൻ്റെ കേട്ടോ, ഫുഡ് ഷോപ്പുകളാണ് കാണുന്നത്. നല്ല രസമുണ്ട്. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ പോവാം. ഇതിൻ്റെ 2 സൈഡ് മാർക്കറ്റ്, ആ സൈഡ് മാർക്കറ്റാണ് ഈ സൈഡ് മാർക്കറ്റ്. കണ്ടോ ഈ സൈഡും കണ്ടോ, ഈ സൈഡൊക്കെ അടുപ്പിച്ച് കടകളാണ്. നോക്കി, തല പുറത്തിട്ടാ എന്തറിയോ, പിന്നെ പുല്ല് ഇപ്പം നോക്കിയോ, ഈ പുല്ല് വന്നിട്ട് ഒറ്റ തട്ടല ആ ലെവലിലോട്ട് അടിയ. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇരിപ്പ് തുടങ്ങി. നമ്മൾ TTR വന്നിട്ടുണ്ട്. TTR അപ്പം മൂപ്പരുണ്ടോ ടിക്കറ്റ് വാങ്ങി നമ്മളോട് ഇങ്ങോട്ട് താങ്ക് യു പറയുന്നത്, നമ്മൾ അങ്ങോട്ട് പറയേണ്ടതിന് വരും. സൂപ്പർ മനുഷ്യന്മാർ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കടാ, സീന്. ഇവിടെ തല പുറത്തിട്ടുണ്ടല്ലോ, ഇത് വന്ന് അടിക്കും. സീരിയസ്ലി കൈ തലി പുറത്തെടുത്തുള്ള ബോർഡ് ഇവിടെ എഴുതി വെക്കട്ടെ. കാരണം നോക്കിക്കോ, ഇത് ക്യാമറ വരെ അടിച്ചു പോകും ഗൈസ്. ഇപ്പൊ നമ്മൾ തലയൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുലുക്കം തുടങ്ങിയില്ലേ ട്രെയിൻ. പള്ളി, എടാ മുസ്ലിം പള്ളി, ഇവിടെ മുസ്ലിങ്ങളൊക്കെ ഉണ്ടോ? മുസ്ലിം പള്ളിയാ? ഓണൊക്കെ അടിച്ച് ത്രില്ലിലാ പോകുന്നത്. പക്ക പാസഞ്ചർ ട്രെയിൻ ഫുള്ളൊന്നല്ല, ഒരുപാട് ഒഴിവുണ്ട്, കാലിയാണ്, ഏറെക്കുറെ കാലിയാണ്. ട്രെയിൻ എടുത്തിട്ട് 4 മിനിറ്റ് ആയിട്ടുള്ളൂ. 10:40 10:44 ഫസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തി. ഇത് എനിക്ക് തോന്നിട്ട് ബസ്സാണെന്ന് തോന്നുന്നുണ്ടാ. 5 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടാണ് കയറുന്നത്. ഇവിടെ ഉള്ള ലോക്കൽസ് ആണെങ്കിൽ പോലും ഇതാ ഫസ്റ്റ് സ്റ്റേഷൻ. വാ കൊള്ളാം, സൂപ്പർ ഗൈസ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു 100 സ്റ്റോപ്പ് ഉണ്ടാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതുകൊണ്ട് എത്ര നേരം വൈകുന്നത് തോന്നുന്നു. പിന്നെ എല്ലായിടത്തും ഒരു 2-3 മിനിറ്റ് നിർത്തലുണ്ടാവും. ഞാൻ പറയുന്നത് 2-3 മിനിറ്റ് നിർത്തുന്നില്ല ഗൈസ്. വെറും 1 മിനിറ്റ് തികച്ച് നിർത്തിയില്ല, ഒരു 30 സെക്കൻഡ് നിർത്തി കാണും ഈ സ്റ്റേഷനിൽ. അപ്പത്തിനും ട്രെയിൻ എടുത്ത് ട്രെയിൻ വിടുന്നതാണ്. ഇതിൽ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ലോക്കൽസുകൾ തന്നെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഹോട്ടലൊക്കെ ഫുള്ളല്ലേ. ഇവിടെ ആൾക്കാർ വീട്ടിൽ ഫുഡ് വെച്ച് കഴിക്കുന്നത് കുറവാണ്. എല്ലാവരും പുറത്ത് പോയിട്ടാണ് കഴിക്കുന്നത്. വേറൊരു കോമഡി ഉണ്ട്. ഞങ്ങൾ ഈ പ്ലാൻ ഇടുന്നതൊക്കെ ഒരു 9:45 രാവിലെ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഇനി പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഇത് ട്രെയിനാണോ പറയുക, ഇതിന് മെട്രോ ആണോ പറയുക എന്നറിയില്ല. ഓരോ 4 മിനിറ്റ് കൂടുമ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ട്. 4 മിനിറ്റ് ഇല്ലേ, ഇതിപ്പോൾ എത്ര ഈ 10:44 അല്ലേ, 10:47 ആയപ്പോൾ ഇതൊരു അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയിട്ടാ. അവിടെ നിന്ന് ആൾ കയറുന്ന 30 സെക്കൻഡേ നിർത്തുള്ളൂ, പോകും. കറക്റ്റ് മെട്രോ, ലോങ് ഡിസ്റ്റൻസ് മെട്രോ എന്ന് പറയാം. സീന്. വലിയ ബിൽഡിങ്ങുകളും ടൗണിൻ്റെ ഒത്ത നടുക്കൂടെ കേട്ടോ പോകുന്നത്. അപ്പം നല്ല രസമുണ്ടാവും. പിന്നെ ഇതിങ്ങനെ ഗ്രാമങ്ങളിലോട്ട് കയറും. പോയി ഇതൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കണം നോക്ക്, നല്ല വൃത്തിയിൽ. ചാറ്റാണിച്ച് ഇവിടത്തെയൊക്കെ ഫ്ലാറ്റൊക്കെ നോക്കി, നല്ല രസമുണ്ട്. BJP കാരനായിരുന്നു. ഇയാളതാണത്. സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, ചെറിയ മോന്തൊക്കെ ഇങ്ങനെ ഇവിടെ ഇതിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് അതാണ്. അറിയാതെ ഇങ്ങനെ നോക്കാൻ പോലും തലയിടരുത്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ നമുക്ക് ട്രെയിനൊന്ന് മൊത്തത്തിൽ നടന്ന് കാണാം. നടക്കുന്നൊക്കെ സീനാട്ടോ. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പക്ഷെ സാധനം കൊള്ളാം. ട്രെയിനിൻ്റെ പകുതിയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ നൈസ്, നമ്മൾ നടക്കുന്നതൊക്കെ നൈസാണ്. നല്ല
നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഒരു വൃത്തിക്കുറവ് എന്ന് പറഞ്ഞ സാധനമില്ല. അടുത്ത സ്റ്റേഷനിലെത്തി വണ്ടി. ഇത് സീന ഇതൊക്കെ വണ്ടി ഓടിക്കുന്ന സ്ഥലം. ഇവിടെ എല്ലാ ബോഗിക്കും ഓരോ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റും ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നൈസ് ഗൈസ്. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ, ട്രെയിനും കഴിഞ്ഞ്. ആറ്റത്തോടു കൂടി ട്രെയിൻ കഴിഞ്ഞ് ഗൈസ്. ഓരോ ചിന്ന ചിന്ന ടൗണിൽ വണ്ടി നിർത്തിയാ പോകുന്നത്. സോ ഗൈസ്, ഇത്രയും നേരം ഒറ്റ ട്രാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ 2 ട്രാക്കായി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റും ഇതേപോലെ നമ്മളതേ ടൈപ്പ്, കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഇത് ഇനി എങ്ങോട്ടാണോ? അങ്ങോട്ടായിരിക്കും ഫുള്ള്. എനിക്ക് തോന്നണേ അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു മണിക്കൂർ അങ്ങോട്ട്, 1 മണിക്കൂർ ഇങ്ങോട്ടാണോ? 1 മണിക്കൂറാണ് അങ്ങോട്ടേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറിലുള്ള ട്രെയിൻ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ അടുത്ത് അങ്ങോട്ട് പോകും. അടുത്തവരറിയാം. എന്തായാലും വീട്ടിലെ സോ ഗൈസ്, നമ്മളെ ട്രെയിനല്ല എടുത്തല്ലേ, ആ ട്രെയിൻ എടുത്ത് നമ്മളത് കൊടുത്തു, 2 കൊടുത്തു. ഇലൂഷനല്ല. ആ ട്രെയിൻ അങ്ങോട്ട് പോയി. അതാ പോകുന്നത്. നമ്മളെ ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എവിടെയോ ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 1.5 കളിയാണ്. ഇനിയിപ്പോൾ ഇത് വീണ്ടും സിംഗിൾ ലൈനാവും. നോക്കിക്കോളി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇനിയും സിംഗിൾ ലൈനാവും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് 2 ലൈനുള്ളൂ. ആണ്ടോ, ഞാൻ പറയില്ലേ, സിംഗിൾ ലൈനായി. അപ്പോൾ കറക്റ്റ് ഒരു ടൈമിങ്ങിലാണ് എല്ലാ കളിയും വരുന്നത്. നൈസ് ഒരു ടൈമിങ്ങാണ് ഇത്. ഇതിൻ്റെ മിഡിൽ പോർഷനാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് പോകുന്ന ട്രെയിൻ അതിലൂടെ പോകും, ഇങ്ങോട്ട് വരും. അപ്പോൾ കറക്റ്റ് ഒരു ടൈമിങ്ങിൻ്റെ മേലുള്ള കളിയാണ്. നമ്മളങ്ങനെ കൃത്യം 1 മണിക്കൂറിന് ശേഷം എന്താണ് മുഖ് ചായ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഹലോ യെസ്, പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മളങ്ങനെ മുഖ് ചായയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. മൊഹച്ചായ് എന്നാട്ടോ, മുഖ്ചായ് അല്ല, മൊഹച്ചായ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ തുറക്കാനിടാ, അത് അവിടെ സ്വിച്ച് ഉണ്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ മുച്ചായിലെത്തി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോകുമ്പോൾ ഫുള്ള് കടകളാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയിൽ കടകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ എക്സിറ്റോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എവിടെ എത്തും എക്സിറ്റ് എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ വെറുതെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു എക്സിറ്റ് കാണുന്നത് മഹ്ചായ്, ശരിക്കും MAHACHI മഹ്ചായ് എന്നാണ് പറയേണ്ടത് എന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഇങ്ങനെ വളഞ്ഞു വിട്ടിട്ട് തിൻചിയാൻ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, കറക്റ്റാണോ എന്നറിയില്ല. അവിടെ നമ്മൾ ബെല്ലിയാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ട് ഫെറി എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഫെറി എടുത്തിട്ട് ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തണം. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് മൊക്ലോങ് എന്ന് പറയുന്ന റെയിൽവേ മാർക്കറ്റിലോട്ടുള്ള ട്രെയിൻ കയറാൻ. അത് 1 മണിക്കൂർ ഉണ്ട് എന്നാണ് കേട്ടെ. എന്തായാലും നമ്മൾ വന്ന ട്രെയിൻ സൂപ്പർ ഗൈസ്. സോ ഗൈസ്, ഈ ട്രെയിൻ വന്ന് അപ്പം തന്നെ പോകും. 11:45, അതായത് 10:39 വരുന്ന ട്രെയിൻ 6 മിനിറ്റ് അവിടെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് തിരിച്ച് ബാങ്കോക്കിലോട്ട് പോവാം. കൊള്ളാം. ഇനി നമ്മൾ ഫെറി തപ്പി പോകണം. റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, അതുപോലെ പറയാനുള്ളത്, ഇവിടുത്തെ രാജാവിൻ്റെ മകൾ അല്ലേ, പ്രിൻസസ് മരിച്ചിരിക്കുകയാണ്. സോ അപ്പം കൊടിയൊക്കെ ഇവിടെ പകുതി താത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഇവിടെ കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. എങ്ങോട്ടാ പോവുക?
മാപ്പ് നോക്കണ്ട, ചോദിച്ചു പോവാലോ. ഓ ഇവിടെ ഫുള്ള് കടകളാണ്. ചെമ്മീൻ 55 രൂപ. ഫെറി 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 ഫോട്ടോ കാണിച്ചു കൊടുക്ക്.มันจะมี2 มหาวัดตึกกับท่าหลอง ഫെറിക്ക് എന്താ പറയുക ഇവിടെ? താങ്ക് യു. ആ ഗൈസ്, നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് വെക്കുന്നതായിരിക്കും ഇനി മുതൽ നല്ലത്. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഉള്ളോട്ട് 1 മണിക്കൂറോളം വന്നിരിക്കുന്നു. ഹലോ. അപ്പം നമ്മൾ തായ് ഭാഷ എടുത്ത് വെക്കണം. നമ്മൾ അവിടെ സ്റ്റേഷൻ ഇറങ്ങി, അവിടെ നിന്ന് ആ മാർക്കറ്റിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫെറി സ്റ്റേഷൻ. നല്ല രസമുണ്ട്. ഇനി ഇവിടുന്ന് എപ്പോഴൊക്കെയാണ് ബോട്ട് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയത്തില്ല. പോയി ചോദിച്ചു നോക്കട്ടെ. ബെൻ ലിയാം. ഓക്കെ, ബെൻ ലിയാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ്. അതവിടെ ബോട്ടുണ്ട്. ബെൻ ലിയാം. ത്രീ ബാത്ത്. 3 ബാത്ത്. അപ്പോൾ 6 ബാത്ത് ടോട്ടൽ. ഓക്കെ ഓക്കെ. ആ ടിക്കറ്റ് അവിടെ തന്നെ അപ്പം തന്നെ കാണിക്കണം. ഫെറി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിലാണ്ട് കയറി പോയാൽ മതി. ഓ ഗൈസ്, ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ടൂറിസ്റ്റുകൾ പറ്റ കുറവാണ് വരുത്തും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് ഗൈസ് സൂപ്പർ. നമ്മളെ നാട്ടിലുണ്ടോ ഇതുപോലത്തെ? ഇത് ഇത്ര ഓപ്പൺ അല്ല. ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇത്രയും മാക്സിമം 40 പീപ്പിൾ വരെ കയറ്റുള്ളവർ. അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടില്ല. ബൈക്ക് കയറ്റിയിട്ടുണ്ട്. ആ ഇവിടെ ബൈക്ക് മാത്രമേ കയറ്റുള്ളൂ തോന്നുന്നു. കാറ് കയറ്റില്ല. കാറ് കയറ്റാനുള്ള സൗകര്യം ഇല്ല. സോ നമ്മളെ ഫെറി നമ്മളെ പിന്നെ കരയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. വണ്ടി പോകുന്നുണ്ട്. എത്ര മിനിറ്റാണെന്നൊന്നും അറിയില്ല. കണ്ടിട്ട് എനിക്കൊന്നും മാക്സിമം ഒരു 5 മിനിറ്റ് റൈഡേ ഉണ്ടാവുള്ളൂ. ഫുള്ള് ഈ ഒരു ചെടി അവിടെ നിറഞ്ഞെടുക്കുന്നത്. ഈ ചെടിക്ക് എന്താ പറയുക, മറ്റേ ചെറിയ ബോട്ടിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലൂടെ പോകണമെങ്കിൽ. ഈ വഞ്ചിക്കൊക്കെ ഇതിങ്ങനെ നിറഞ്ഞെടുക്കും. ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ, കുറച്ചും തന്നെ ഉള്ളൂ. ഒരു 5-6 വണ്ടി ഉണ്ടാവും. വലിയ തിരക്കുമില്ല, ശാന്തം. വലിയ ഒച്ചപ്പാടില്ല, ബഹളവും ഇല്ല. തിരക്കുറവുണ്ട്. പക്ഷെ മാർക്കറ്റ് എന്തോരം ആൾക്കാരാണ്. കുറച്ച് ജനങ്ങളും വലിയ മാർക്കറ്റും അവിടെ. ഫുള്ള് ഫിഷും പരിപാടി. ഇതിലെ അതെടാ ഒരു ഫെറി അതിലേ വരുന്നു. ഒന്ന് അതിലേ വരുമ്പോൾ ഒന്ന് ഇവിടെ നിർത്തിയിടും. അല്ല, ഒന്ന് അങ്ങോട്ട് പോകും. 2 ഫെറി ഉണ്ട്. കൊള്ളാം. 5 മിനിറ്റ് തികച്ചെടുത്തില്ല. നമ്മൾ തിരിച്ചിവിടെ എത്തി. വണ്ടിക്ക് കയറി പോകാൻ ഈ റോഡ്, നടന്നു പോകാൻ ഈ റോഡ്. വിത്തിൻ ഒരു 5 മിനിറ്റ്. ആ കാണുന്നെങ്കിൽ അതാ അങ്ങ് അവിടെ കാണാം. പെട്ടെന്ന് എത്തി. ഇനി നമുക്ക് ബെൻ ലിയാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അത് പോയിട്ട് നമ്മൾ ഇപ്പം കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ ഇതാ ചെറിയത്. പോയിട്ട് കണ്ടുപിടിക്കാം.
എന്തിന് നമ്മൾ ബെൻലിയാം കണ്ടുപിടിക്കണം. ആ ചിക്കൻ ഉണ്ട്, ക്രിസ്പി ചിക്കൻ കഴിക്കണോ? വലുതാ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തപ്പി നടക്കുകയാണ്. പക്ഷേ വളരെ ക്വയറ്റായിട്ടും തായ്ലാൻഡ് എല്ലാം തോന്നിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ല അങ്ങനെയല്ലല്ലേ പറയണ്ടേ, ശരിക്കുള്ള തായ്ലാൻഡ് ഇതാണ്. ദ കൾച്ചർ പീസ്ഫുള്ളായിട്ടുള്ള മോങ്സു ഇതൊക്കെ ആയിട്ട്. എന്തൊരു കിളീൻ്റെ സൗണ്ട് അല്ലാണ്ട് മനുഷ്യന്മാരെ സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു സ്റ്റാച്ചു അതാ ബുദ്ധൻ്റെ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഇതുവരെ ഒരു ഭക്ഷണം എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടില്ല. സ്റ്റേഷനിലെത്തിയ ഒരു ഭക്ഷണം ഉണ്ടാവുമെന്നുള്ള കരുതലിലാണ് ഞങ്ങൾ പോണത്. പോയി നോക്കാം. ഗൈസ്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കിടിലൻ അഡ്വഞ്ചറാണ്. നല്ല വെയിലും നല്ല ചൂടും, ചിലപ്പോൾ നിങ്ങൾക്ക് മടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താക്കുക, നല്ല കെൽപ്പുള്ളവർ മാത്രം വന്നാൽ മതി. ഇതാ ബെൻ ലിയാം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വലുതെന്തോ ആയിരുന്നു, വലിയൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നുമില്ല ഇവിടെ. ഇവിടെ ഭയങ്കര ക്വയറ്റ് ഗൈസ്. ഇവിടെ ഫുഡ് പോലും കിട്ടത്തില്ല എന്ന് തോന്നുന്നു. നമ്മൾ പണി കിട്ടി. ടിക്കറ്റ് എടുക്കാൻ ഇങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയോക്കാം അല്ലേ? മൊക്ലോങ് ട്രെയിൻ. മൊക്ലോങ്. ആ ഓക്കെ, താങ്ക് യു. ഇവിടെയാണ് നമ്മളെ മൊക്കുലോങ് അല്ല, എന്താ പറഞ്ഞേ, മെക്കുലോങ്. അങ്ങനല്ലടാ, ഇപ്പം ആ ചേച്ചി പറഞ്ഞത് തായ് ഭാഷയിൽ. നമ്മളത് ഒരു നീട്ടൽ ചേർക്കണം. എങ്ങനെ അറിയോ? സവാദിക്കാന്ന്. ആ ട്രെയിനിൻ്റെ ടൈം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 7:30, 10:10, 13:10, 16:40. അപ്പം ഇനി 1:30 ഉള്ളൂ. ഇപ്പോൾ സമയം 12:09 ആയിട്ടുള്ളൂ. ടൈം എടുക്കും. ആ അപ്പോൾ വെയിറ്റ് ചെയ്യാം. 1:30. ടിക്കറ്റ് 1 മണിക്ക് തുടങ്ങുകയുള്ളൂ കൊടുക്കാൻ. നമുക്ക് വല്ല പോയിട്ട് വിശന്നിട്ട് വയ്യ. പിന്നെ ഫുഡ് എവിടെ കിട്ടും? ഇവിടെ മാഗി, ഇവിടെ ചേച്ചി എന്തോ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് എവിടെ കിട്ടും? അങ്ങ് തിരക്കാൻ പോകുന്ന യാസ്മിക്ക. എന്താ ഇംഗ്ലീഷിൽ പറയും? ഫുഡ് എവിടെ കിട്ടും? ആ ഫുഡ് ചോദിച്ചാൽ മതി, അപ്പം മനസ്സിലാവായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ നിന്നും കടയില്ലെന്ന് തോന്നുന്നില്ലടാ. ഗെറ്റ് ഫുഡ് ടു ഈറ്റ്. ที่เราสามารถหาอาหารกินได้ที่เราสามารถหาอาหารกินได้ ตลาดต้องไปตลาด ต้องออกไปไกล ต้องออกไปทางนู้นอ่ะวงเวียนโอไปนี้ ഓക്കെ. ടൈമുണ്ട് ഗൈസ്, 12:09. ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ഇനി ഓരോ സ്ഥലത്ത് പോയിട്ട് ഫുഡ് എവിടെ കിട്ടും എന്നുള്ളത് ചോദിച്ചിട്ട് വരാം. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് ഭക്ഷണം കഴിക്കാനാണ്. ട്രെയിന് 1:30 എടുക്കുള്ളൂ. ടൈമുണ്ട്. ഞങ്ങൾ എത്ര തെണ്ടി തിരിഞ്ഞിട്ടറിയോ ഈ ഒരു ഫുഡ് കിട്ടിയ ചോറും ചിക്കനും. ഇവിടെ എല്ലാ കടയിലും ഫുള്ള് പോർട്ടാണ്. ഒരു സീൻ. അവിടെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. എടുത്തു എന്തിനാ അറിയോ, അടുത്ത സ്ഥലത്തെത്തുമ്പോൾ ഫുഡ് ഏതാണെന്ന് പറയണ്ട. അടിപൊളി. ഇത് ചിക്കനാ മീനോ? ഇത് മീനാടാ.
ചിക്കനല്ല, ഇത് ഫിഷാണ്. ഇത് ഫിഷാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് കഴിക്കുന്നുണ്ട്. പറഞ്ഞത് മാറിപ്പോയി, പക്ഷേ ഫിഷാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്. ഒരു ലോക്കൽ ഷോപ്പിലിരുന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കുക. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നപ്പം നമുക്ക് പോകേണ്ട ട്രെയിൻ ഇതപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഈ പാളം ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കയറി ഇറങ്ങണം. ഇതുപോലെ ഇവിടെ കയറി ഇറങ്ങി പോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇവിടുന്നും 1 മണിക്കൂർ ജേണിയാണുള്ളത് മുക്കുലോങ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ട്. അതായത് നമ്മളെ ട്രെയിൻ മാർക്കറ്റ്, എല്ലാവരും കൗതുകത്തോടെ കണ്ടിരിക്കുന്ന ആ ട്രെയിൻ മാർക്കറ്റ്. നിങ്ങളൊക്കെ ടാക്സിയിലായിരിക്കും അവിടെ വന്നെത്തുക. അപ്പോൾ ആ ട്രെയിൻ വരുന്നത് ഇവിടെ നിന്നാണ്. ഈ ട്രെയിന് അവിടെ ഏറ്റവും ലാസ്റ്റ് ഷോപ്പ് അവിടെയാണ്. അവിടെ ചെന്നെത്തുന്നത് ഈ ട്രെയിൻ കയറിയിട്ട് വേണം നമ്മളവിടെ എത്താൻ. ഒരു വെറൈറ്റി കൾച്ചർ, രസമായിരിക്കും. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ തുടങ്ങി ഗൈസ്. നേരത്തെ ഒന്നും ഇത്ര ആളില്ലായിരുന്നു. നമുക്ക് ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. 69 67 67 കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 10 ഭാഗത്ത് തന്നെ ഉള്ളൂ. 1 മണിക്കൂർ ജേണി. ഈ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ അവിടെ പോവും. അപ്പം എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും, ഈ ട്രെയിനിന് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ട്രെയിനിൽ കയറണം എന്നുള്ളത്. പക്ഷെ ആർക്കും സാധിക്കാറില്ല. എല്ലാവരും അവിടെ വന്നിട്ട് ആ ട്രെയിൻ വരുന്ന വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളൂ. ഈ ട്രെയിൻ കയറി പോകാറില്ല. ഒന്നൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ചെല്ലുന്ന എല്ലാവരും നോക്കിക്കുന്നത് കാണുമ്പോൾ ഒരു രസമല്ലേ. എല്ലാവരും ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇതിൽ എങ്ങനെയാണ് ഇവർ കയറി വന്നിട്ടുണ്ടാവുക, എവിടെ നിന്നായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു കൗതുകം. നമ്മളങ്ങനെ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇങ്ങനെ ടൈമുണ്ട്, എന്നാലും നമുക്ക് അങ്ങനെയൊന്നുമില്ല, സീറ്റ് നമ്പറൊന്നുമില്ല. ഇഷ്ടം പോലെ സീറ്റ്, എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇത് കുറച്ചുകൂടി ബെറ്റർ ട്രെയിനാട്ടോ. സീറ്റൊക്കെ ഒന്നുകൂടി അടിപൊളിയാണ്. നമുക്ക് ഫ്രണ്ട് പോയി ചെയ്യാം, ഏറ്റവും ഫ്രണ്ട്. സീനാട്ടോ നടത്തൊക്കെ. ഓ മൈ ഗോഡ്, ഇവിടെ ആരോ ദൂരിയാൻ തിന്നുന്നുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ പോവാം. അയ്യ കിടിലൻ ട്രെയിൻ കിട്ടും, ഒരു വിഷയമില്ല. നല്ല സീറ്റ്, ഇതൊരു ഫൈബറിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ മാത്രമാണ് പിന്നെ ഇതുണ്ടായിരുന്നുള്ളൂ, നല്ല കുഷ്യൻ പോലത്തെ സീറ്റ്. അവിടെ ഇരിക്കണേ അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരിക്കാം. യെസ്, ഇതായിരിക്കും ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളായിരിക്കും അവിടെ ഫസ്റ്റ് എത്തുക. ഇവിടെ ഇരുന്ന് എന്താ ഗുണം അറിയോ? ഈ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഇവിടെ ഇല്ലേ, നമ്മളായിരിക്കും അവിടെ ഫസ്റ്റ് എത്തുക. ആ, ഏറ്റവും ഫസ്റ്റത്തെ പ്രീമിയം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മറ്റേ സോഫ കുഷ്യനുള്ള സീറ്റ്, അത് കഴിഞ്ഞിട്ട് വന്നതിനകത്ത് ഈ സീറ്റ് എവിടെ വേണേ ഇരിക്കുക. തിരിച്ചല്ലേ? സോ ഗൈസ്, ഫൈനലി കൃത്യം 1:30 നമ്മൾ ട്രെയിൻ ലിയാമെന്ന് എടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സ്റ്റേഷൻസൊക്കെ കവർ ചെയ്തിട്ടോ നമ്മളെ ഈ ട്രെയിനും അവിടെ എത്തുക. 1 മണിക്കൂറും 10 മിനിറ്റില്ലടാ, 1 മണിക്കൂറും 10 ഇല്ലല്ല, കൃത്യം 1 മണിക്കൂർ. 2:30 എത്തും. കൃത്യം 1 മണിക്കൂറാണ് ഈ ട്രെയിനിൻ്റെയും ജേണി വരുന്നത് കേട്ടോ. ഇവരെങ്ങനെ ഇത് കറക്റ്റ് 1 മണിക്കൂറിൽ സെറ്റ് ചെയ്തെന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. യെസ്, അപ്പോൾ വേൾഡ് പ്രശസ്തമായ മുക്ലോങ് ട്രെയിൻ മാർക്കറ്റിലോട്ടുള്ള യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കിടിലൻ, എന്തൊരു വെയിലറിയൂ, ചൂടോട് ചൂട്. കാര്യം മഴ പെയ്ത വരും മഴ, ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഗൈസ് ഇത് പോണോ അയ്യോ അടുപ്പിച്ച് ഗൈസ്, അത് തൊട്ടില്ലാത്തുള്ള രീതിയിലാണ് ട്രെയിന് പോണത്. ഇപ്പം തട്ടും എന്നുള്ള രീതിയിൽ. നമുക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വീട്ടുകാരത്ത് ചോറ് മേടിച്ച് തിന്നാ ആ ലെവലിലോട്ട് അടുപ്പിച്ചിട്ടാണ് പോണത്. ക്യാമറ ഓൺ ആക്കുമ്പോണ്ടോ അടുപ്പിച്ചിട്ടൊന്നും പോകുന്നില്ല, ഇല്ല കാണാം, വീടിനോട് അടുപ്പിച്ച് പോണത് കാണാം. ഓ മാൻ, സീന് കണ്ടോ. നോക്കി യോന്റെ മോനെ, യോ സീന്
അമ്മാതിരി രസമാണ് ഈ ട്രെയിൻ ജേണി. നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ, ഭയങ്കര രസമാണ്. ഈ ട്രെയിനകത്ത് ടൂറിസ്റ്റുകൾ നല്ലോണം ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് കയറിയിട്ടുണ്ട്, ഈ ട്രെയിനിൽ കയറാനായിട്ട് വന്നിട്ടുണ്ട്. ഫൈനലി അങ്ങനെ മൊക്ലോങ് ട്രെയിൻ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എത്താനായി. അതിൻ്റെ ഉള്ളിൽ കയറുന്നിട്ട് ഗൈസ്. ഓ ആൾക്കാർ നോക്കി, നമ്മൾ നോക്കി നോക്കി ഗൈസ്. എല്ലാവരും നമ്മളെ നോക്കിയിരിക്കുന്നത്. അയ്യോ, നമ്മളാണ് ഇവിടെ താരങ്ങള്, ഇവരൊക്കെ നമ്മൾ നോക്കിയിട്ട് നിൽക്കുന്നത്. ഹലോ 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 ഹായ് ഹായ് ഹലോ. ഇവരൊക്കെ നമ്മൾ എങ്ങനെ ഈ ട്രെയിനിൽ കയറി വന്നു എന്നുള്ള കൗതുകത്തോടെ നോക്കുകയാണ്. നോക്കി ഗൈസ്, എത്ര അടിപ്പിച്ചിട്ടാ വണ്ടി പോകുന്നത് നോക്കി. ഓ മാൻ, സീന്. അപ്പുറത്ത് ഇതേപോലെ തന്നെ നോക്കി, എല്ലാവരും നമ്മളെ നോക്കി നിൽക്കുന്നത്. അമ്മോടൊക്കെ ഫുള്ള് ആൾക്കാരാണ്. നോക്കി വണ്ടി നോക്കി വരുന്നത് എങ്ങനെയാണ്, ഒരു പൊടിക്ക് പോലും സ്ഥലമില്ലാതെ എല്ലാവരും വരുന്നത്. എല്ലാവരും നമ്മളെയാണ് നോക്കിയിരിക്കുന്നത്. എൻ്റെ മോനെ, നോക്ക്, നമുക്ക് ഇത്രയും വെൽക്കമിങ് കഴിച്ചു ഇവിടെ. ഹലോ ഹലോ ഗൈസീന് ഹായ്. ഗൈസീന്. ഓ ഇത് വന്ന് വൻ ത്രില്ലായിട്ടോ. എല്ലാവർക്കും കാണാം, നമ്മൾ നിൽക്കുന്ന ആർക്കും കാണാൻ പറ്റും. ഹലോ ബൈ ബൈ. സീന് സീന്, നമ്മൾ സീന്, നമ്മളാണ് ഇവിടുത്തെ സ്റ്റാറുകൾ. ബൈ ബൈ. ഏത് പൊളിയാ നോക്ക്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ പോയവിടെ എല്ലാം തുറക്കും ഗൈസ്, ഒറ്റ തുറക്കല എല്ലാം. ഓ ഗൈസ് നോക്ക്, എത്ര അടിപ്പിച്ചിട്ടാ പോണ നോക്ക് ചേട്ടാ. ആ ഫ്രണ്ടിലൊക്കെ ഫുൾ ആൾക്കാരാ. സീന്. നമ്മൾ രാജാക്കന്മാരില്ലേ, ഏറ്റവും പോലെ എല്ലാരും നമ്മളെ കണ്ടിട്ട് നമ്മൾ വന്ന് ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ്. പാളത്തിലോട്ടല്ലേ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ, അപ്പുറത്ത് തിരിച്ചിലോട്ട് പോകാൻ. അപ്പുറത്ത് ഇറങ്ങണ്ടേ? ആ പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലേ. സീന്. എല്ലാവരും ഈ ട്രെയിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ രാജാക്കന്മാരെ പോലെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. കിടിലൻ എക്സ്പീരിയൻസ്. എല്ലാവരും ഇല്ലടാ, നമ്മളല്ലേ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്. ഇവരെവിടുന്ന് കയറി, എങ്ങനെ കയറി? എല്ലാവരും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസുകൾ മാത്രം കയറി വരുന്ന ട്രെയിനാണ്. ഇതെങ്ങനെ കയറും എന്നുള്ളത് ഒരിക്കലും. ഇന്ത്യക്കാർ കുറേ ഉണ്ട്, മലയാളികളുണ്ട് കുറേ പേര്, എല്ലാ ഭാഷയും നമുക്ക് കാണാം. പക്ഷെ എല്ലാവരുടെ മുന്നിൽ നമ്മൾ കിങ് അടിപൊളിയായിട്ട് കയറി ഇറങ്ങി വന്നിരിക്കണേ. സൂപ്പർ 25 രൂപയുള്ളൂ കോക്കനട്ട് വേണം. അല്ല നമ്മളെന്താ ചെയ്യുന്നത് അടുത്തിരിക്കും ഗൈസ്. ഇവിടെ ഉള്ളവരൊക്കെ അടിയാണ് ഫോട്ടോ എടുക്കാൻ. നമ്മളിവിടെ 100 കണക്കിന് ഫോട്ടോ എടുത്തിട്ടാണ് ഇല്ലേ ഈ വണ്ടി വിട്ടത്. നമ്മളവിടുന്ന് 100 കണക്കിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നോക്കി, ഇവിടെ അടിയാ ഫോട്ടോ എടുക്കാൻ. അയ്യോ, പക്ഷേ ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ വെറൈറ്റി രസമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ലുക്കൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ ഇവിടെ അടിയാ.
നമ്മൾ വന്ന ഒരു സ്ഥലത്തൊന്നും ഒരു ഐഡിയയും ഇല്ല. ഇവിടെ പോലീസുകാരെ കൂടെ ഫോട്ടോ എടുക്കുന്നു. എന്തൊക്കെ കളി കളിക്കുന്ന അറിയാം ആൾക്കാർ. സീന് ഇത് റോഡിൻ്റെ നടുക്കൂടെ കേട്ടോ നമ്മളെ ട്രാക്ക് പോണേ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റാണ്. നോക്കിയോ, ഇതാണ് ട്രെയിൻ വരുമ്പോൾ ഇവർ ഇത് ഇങ്ങനെ അടിച്ചു വെക്കും. എന്നിട്ട് ട്രെയിൻ പോയി കഴിഞ്ഞാൽ തുറക്കും. അങ്ങനെയാണ്. കിടിലൻ എക്സ്പീരിയൻസ്, കിടിലൻ ഗൈസ്. എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇല്ലടാ, അവിടെ 150. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഇതൊക്കെ ഉണ്ട് കേട്ടോ. സുവനീസ് 1 പാക്ക് 80 രൂപ. ഒടുക്കത്തെ പൈസ കൂടുതലാണ്. ഇവിടെ കുറച്ച് ഞാൻ പറയാം. ശരിക്കും 30 രൂപ 40 ബാത്ത് അങ്ങനെയാണ് ഉള്ളത്. ഇവിടെ 80 ബാത്തൊക്കെയാണ് ചോദിക്കുന്നത്. അത് കുറച്ച് കൂടുതലാണ് ഗൈസ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഈ മാർക്കറ്റൊക്കെ കാണുക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അതാണല്ലോ നമ്മൾ ഗുഡ്. എല്ലാവരും നമ്മളെ മനസ്സിലാക്കിട്ടോ. ഞാൻ എല്ലോ ജേഴ്സി ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും ട്രെയിനിൽ വന്നത്. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? പൊളി ഗൈസ്. ഈ മാർക്കറ്റ് നല്ല വൈബ് ഉണ്ട് കേട്ടോ. ശരിക്കും ബാങ്കോക്കിൽ അവർക്ക് ഈ ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്യാം, ഇങ്ങനൊരു മാർക്കറ്റ്. കാരണം നമ്മൾ ഫസ്റ്റ് ട്രെയിൻ കയറി ഓർമ്മയുണ്ടോ ആ ബാങ്കോക്ക് ടൗണിലാണ്. പക്ഷേ ഒരു ഇവിടുത്തെ വികസനമൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം ഇവിടെ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം, എന്തായാലും അടിപൊളി ഗൈസ്. ഇത് നല്ലോണം നടക്കാണ്ട് കേട്ടോ. ഉള്ളോട്ട് ഒരുപാട് നടക്കാണ്ട്. ഒരുപാട് കടകളും. ഇതൊക്കെ പക്ക ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള കടകളാണ്. അങ്ങനെ ചരിത്രം ഉറങ്ങിക്കിടക്കണ്ട, ചരിത്രം നിറഞ്ഞ ഈ മാർക്കറ്റിലൂടെ ഞങ്ങളൊരു കിടിലൻ നടത്തം നടന്നു. ഇങ്ങോട്ട് അഡ്വഞ്ചറായി വന്നതുകൊണ്ടും പിന്നെ മണിക്കൂറുകൾ എടുക്കുന്ന പ്രോസസ്സാണിത്. പിന്നെ ട്രെയിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിനില്ല. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെയിൻ 1 മണിക്കൂർ കയറി, അവിടുന്ന് ഫെറി കയറി, പിന്നെ മറ്റേ ട്രെയിൻ വെയിറ്റ് ചെയ്ത് ഒരുപാട് ടൈം എടുക്കും. സോ തിരിച്ച് ഞങ്ങൾ ബസ് കയറി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാങ്കോക്കിലോട്ട് ഇവിടുന്ന് ഇങ്ങനെ ബസ്സുണ്ട്. അപ്പം ഇതിൽ ബസ് കയറിയിട്ട് നമുക്ക് തിരിച്ച് ബാങ്കോക്കിലോട്ട് പോകാം. ഇങ്ങോട്ട് വന്നത് വെറും 20 ബാത്ത് കൊണ്ടാണ് ഒരാൾ. അങ്ങോട്ടേക്ക് അത്യാവശ്യം ടിക്കറ്റ് ഉണ്ടാവും ബസ്സായതുകൊണ്ട്. നമുക്ക് പോയിട്ട് അന്വേഷിച്ച് നോക്കാം ബസ്സിന് എത്ര രൂപ ആകുന്നുള്ളൂ ബാങ്കോക്കിലോട്ട്. ഇതാണ് ബസ് സ്റ്റേഷൻ. കിടിലൻ ബസ് സ്റ്റേഷൻ, കൊള്ളാം. ഓപ്ഷൻസ് ഉണ്ട് തിരഞ്ഞെടുക്കാൻ. നോക്ക് എന്തോ ചോദിക്കും. ബാങ്കോക്ക് കസുവൻ റോഡ്. കസുവൻ റോഡ്. Last stop Bangkok, Central Pingao. Near Kasan Road 8 kilometer. You change taxi and ride bus. You can share taxi. How much for this? How much? 80 baht. 80 baht. Yeah. Bus? 2. 1, 2. You pay money I. You pay money I. But 1, 2. ഓക്കെ ഓക്കെ. എത്ര? 80 ബാത്തോ? 80 ബാത്ത് ഒരാൾക്ക്. അല്ല, കൊഷാൻ റോഡിലെത്തുന്ന വണ്ടി ഉണ്ടോ നോക്കി. There is any bus near to Koshwan Road? Near Kasan Road. Near Kasan Road. Central Pingao. Near. Yo. Bangkok Station, Pingao and Mochit and Ekamai and Bang Pakel. Kasan Road. Near. I near. Perfect. สุดยอด Thank you. നോക്കി ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കാം. เอาคุยกับเขาเอาไปนู่นด้วยไปบวกกับเราเอง 3 കിലോമീറ്റർ അവിടെ. ശരി. വലിയ പണിയാണല്ലയോ. 80 ബാത്ത്. നമുക്ക് നോട്ട് ഈ ബസ് നമുക്ക് സന്തോഷമാകും. കുറെ നോട്ട് തരുമായിരുന്നു നമ്മൾ കൊടുക്കുമ്പോൾ. ഒന്നിനും ഇല്ലെന്നത് ആലോചിക്കുമ്പോൾ. അപ്പോൾ സീറ്റ് നമ്പർ 12, 13 പേഴ്സ് മൊത്തം നോട്ട് കൊണ്ട് നിറഞ്ഞു.
അപ്പം ഇങ്ങനത്തെ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. 1 മണിക്കൂറിന് മേലെ എടുക്കും. നമ്മളെ റൂമിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ പോയി ഇറങ്ങുക. പിന്നെ അവിടുന്ന് പോകണം. ഇത് ഈ ബസ്സിലോട്ട്. സോ ഗൈസ് നമ്മൾ ഈ ബസ്സിലോട്ടാണ് കയറുന്നത്. അതെ 12:30 ബാങ്കോക്ക്. Nóng cái nó chuyên phòng của nó bên á. ബാങ്കോക്ക് ആ ഇത് സെൻട്രൽ ദിസ് വൺ റൈറ്റ്. Oh yeah. This one from Macau. Yeah. I will show you. ഓക്കെ താങ്ക് യു ഇഷ്ടമുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മളെ വണ്ടി ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിനി ബാങ്കോക്കിലോട്ട് 1 മണിക്കൂറില്ലേ, 1 മണിക്കൂർ 15 മിനിറ്റ്. ഇതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങോട്ടും വരട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് വരാം. 80 ഭാഗത്ത്, അതായത് ഈ ട്രെയിൻ ജേർണി കാണാൻ ടാക്സി പിടിക്കാതെ വരണമെങ്കിൽ ഇതേപോലെ ബസ് കയറി വന്നാൽ മതി. മേലോങ്ങ് ബസ് ഞങ്ങളിവിടെ നിന്ന് കിട്ടും ചോദിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. 1 മണിക്കൂർ കൊണ്ട് കാര്യം നടക്കും ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. സോ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, ബാങ്കോക്കിലോട്ട് തിരിച്ചു പോകാം. ഇന്ന് രാത്രി നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്നുണ്ട്. അടിപൊളി. അതടുത്ത വീഡിയോയിലേ കാണുള്ളൂ. നമ്മൾ അങ്ങനെ തിരിച്ച് ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ്. ഒരുമാതിരി കരിവാളിച്ച് അങ്ങ് എത്തി, ഫുൾ ടാനൊക്കെ അടിച്ച് അങ്ങനെ ഞങ്ങൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് എത്താനായി. ഇനി നടന്നു പോകാനേ ഉള്ളൂ. അപ്പം ഇന്ന് നല്ലൊരു രസമുള്ള ഒരു ദിവസം അല്ലേ. ഫുള്ള് ട്രിപ്പ് ചലഞ്ചിങ് ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ എത്തി, ഇന്നൊരു ചലഞ്ചിങ് ഡേ, വൻ കറക്കമായിരുന്നു. നമ്മുടെ പ്ലാൻ അനുസരിച്ചെല്ലാം നടന്ന് ഞങ്ങൾ കറക്റ്റ് ടൈമിങ് ഇവിടെ പിന്നെ രാവിലെ 10:40 എടുക്കേണ്ട അവിടെ ഞങ്ങൾ 10:35 എങ്ങനെ എത്തി. നേരെ എടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു, അടുത്ത സ്ഥലത്തെത്തുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. ഒരിടത്തും വെയിറ്റിംഗ് ഒന്നുമില്ല. പിന്നെ കറക്റ്റ് നടന്ന് തിരിച്ചെവിടെയും കറക്റ്റ് എത്തി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ മിഡ് ലോങ്ങിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ട്രൈ ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ പൈസ വളരെ കുറവ്. ഇല്ലെങ്കിൽ 80 ഭാഗത്ത് കൊടുത്തിട്ട് ഇതേപോലെ ബസ് കയറിയിട്ട് അങ്ങോട്ട് പോയാൽ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ യാത്ര ചെയ്യാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.